യുഎസ് ഇറാൻ രണ്ടാം ഘട്ട ചർച്ചകൾ നടന്നേക്കുമെന്ന് സൂചന. ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ നേതൃത്വത്തിലെ പ്രതിനിധി സംഘം പാകിസ്ഥാനിലെത്തി. ഇറാൻ ചർച്ചകൾക്ക് സന്നദ്ധത അറിയിച്ചെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് അവകാശപ്പെട്ടു. അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ജാരദ് കുഷ്ണർ എന്നിവർ ഉടൻ ഇസ്ലാമാബാദിലേക്ക് യാത്ര തിരിക്കുമെന്നും അറിയിപ്പ്. As you know, and I spoke about it earlier this week, the president was flexible in granting an extension of the ceasefire throughout this time. The president has decided to dispatch Special Envoy Witkoff and Jared Kushner back to Islamabad. The Iranians want to talk. They want to talk in person. And so the president is, as I've said many times to all of you, always willing to give diplomacy a chance. So Steve and Jared will be heading to Pakistan tomorrow to hear the Iranians out. We hope progress will be made, and we hope that positive developments will come from this meeting, and we will see. And the president, the vice president, the secretary of state will be waiting here in the United States for updates, and the vice president, I understand, is on standby and will be willing to dispatch to Pakistan if we feel it's a necessary use of his time. അതേസമയം അമേരിക്കയുമായി ചർച്ച ഉദ്ദേശിച്ചിട്ടില്ലെന്നും ഇറാന്റെ നിരീക്ഷണങ്ങൾ പാകിസ്ഥാനെ അറിയിക്കുമെന്നും വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗേയി എക്സിൽ കുറിച്ചു. അജയ് സുധാ ബിജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അജയ്, ഗുഡ് മോർണിംഗ്. വീണ്ടും സമാധാന ചർച്ചകൾ നടക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോഴും ഇറാൻ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് പ്രതിസന്ധിയായി മുന്നിൽ നിൽക്കുന്നത്. അത് എത്രത്തോളം സാധ്യതയുണ്ട് ഈ സമാധാന ചർച്ചകൾക്കിപ്പോൾ? അനുശ്രീ, നമുക്കിപ്പോൾ നിലവിലൊന്നും തന്നെ പൂർണ്ണമായി സ്ഥിരീകരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു രണ്ടാം ഘട്ട ചർച്ച നടന്നേക്കും എന്നുള്ള സൂചനകൾ കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പോൾ പുറത്തു വന്നിരുന്നു. ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചിയും അതുപോലെ പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദറും ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. അപ്പോൾ ഈ ടെലിഫോൺ സംഭാഷണത്തിന് പിന്നാലെ ഇറാൻ ചർച്ചകൾക്ക് സന്നദ്ധത അറിയിച്ചതായിട്ട് ചില സൂചനകളുണ്ടായിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെങ്കിലും അതുപോലെ തന്നെ വൈറ്റ് ഹൌസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇത്തരമൊരു സ്ഥിരീകരണം ഉണ്ടായി. വൈറ്റ് ഹൌസിന്റെ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള കരോലിൻ ലെവിറ്റ് പിന്നീട് മാധ്യമങ്ങളെ കണ്ടിട്ട് പറഞ്ഞത് ഇറാൻ ചർച്ചകൾക്ക് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് അവരുടെ പ്രതിനിധികൾ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ എത്തുമെന്നാണ് അറിയിപ്പ്. ഇത് കാരണം തന്നെ അമേരിക്കയുടെ പ്രതിനിധികളായിട്ട് സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്ണറും ഉടൻ തന്നെ പാകിസ്ഥാനിലേക്ക് യാത്ര തിരിക്കുമെന്നും കരോലിൻ ലെവിറ്റ് പറഞ്ഞിട്ടുണ്ട്. ഈ ചർച്ചകൾ ഒരു ശുഭസൂചനകളാണ് നൽകുന്നതെങ്കിൽ ഉടൻ തന്നെ ഇപ്പോൾ US പ്രതിനിധീകരിച്ച് അവരുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസും പാകിസ്ഥാനിലെത്തുമെന്നാണ് കരോലിൻ ലെവിറ്റ് അറിയിച്ചിരുന്നത്. എന്നാൽ ഇറാൻ പറയുന്നത് നിലവിൽ ഈ ചർച്ചകളൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചി ഒരു ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാനിലെത്തിയതെന്നാണ് ഇറാൻ പറയുന്നത്. ഇറാന്റെ വിദേശകാര്യ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബഗേയിയാണ് ഇത്തരമൊരു വിവരം തന്റെ എക്സിൽ കുറിച്ചത്. ഇപ്പോൾ നിലവിൽ ഇറാന്റെ വിദേശകാര്യമന്ത്രി നിലവിൽ ഇസ്ലാമാബാദിലെത്തി. ഇനി അതിനുശേഷം ഒമാനിലേക്കും അതിനുശേഷം റഷ്യയിലേക്കും യാത്ര തിരിക്കുമെന്നുമാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം. അതേസമയം ഇപ്പോൾ US-ഉമായിട്ട് ചർച്ച ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തന്നെ തീർത്തും ഇസ്മായിൽ ബഗേയി തന്റെ എക്സിൽ കുറിച്ചിട്ടുണ്ട്. പക്ഷേ അതേസമയം പശ്ചിമേഷ്യയിലുള്ള സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്റെ ഇപ്പോൾ ഇറാന്റെ ആശങ്കകൾ അത് പാകിസ്ഥാനെ അറിയിക്കുമെന്നും എക്സിൽ കുറിച്ചിട്ടുണ്ട്. ഇറാന്റെ നിരീക്ഷണങ്ങളും അതുപോലെ തന്നെ മറ്റ് ആശങ്കകളും ഉൾപ്പെടെ പാകിസ്ഥാനെ അറിയിക്കുമെന്നാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത്. ഇന്നലെ ഇന്ത്യൻ സമയം രാത്രിയോടെയാണ് അബ്ബാസ് അരക്ചി പാകിസ്ഥാനിലെത്തിയത്. അബ്ബാസ് അരക്ചിയെ പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ഇഷാഖ് ദറും അതുപോലെ തന്നെ ഫീൽഡ് മാർഷലായിട്ടുള്ള അസീം മുനീറും രണ്ടുപേരും കൂടിയാണ് സ്വീകരിച്ചത്. ഇനി എത്ര ദിവസം ഇദ്ദേഹം പാകിസ്ഥാനിൽ തുടരും എന്നുള്ള കാര്യം വ്യക്തമല്ല. എന്തായാലും ചർച്ചകൾ നടക്കും എന്നുള്ള ഒരു സൂചന തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. കാരണം നേരിട്ടുള്ള ചർച്ചയല്ലെങ്കിൽ പാകിസ്ഥാൻ വഴിയുള്ള ഒരു ഇൻഡയറക്റ്റ് ചർച്ചയെങ്കിലും നടന്നേക്കും എന്നുള്ള വിവരങ്ങളുണ്ട്. കാരണം ഇറാൻ ഈ പശ്ചിമേഷ്യയിലുള്ള സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സമാധാനത്തിനുള്ള പ്രത്യേക നിർദ്ദേശങ്ങളും ഉപാധികളും പാകിസ്ഥാനെ കൈമാറും എന്നാണ് ചില വിവരങ്ങളുള്ളത്. ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ചില സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. അങ്ങനെയാണെങ്കിൽ ഇറാന്റെ ഉപാധികളും നിർദ്ദേശങ്ങളും അടങ്ങുന്ന പ്രത്യേക അറിയിപ്പ് അത് പാകിസ്ഥാൻ പിന്നീട് അമേരിക്കൻ പ്രതിനിധികൾ പാകിസ്ഥാനിലെത്തുമ്പോൾ കൈമാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഡയറക്റ്റ് ചർച്ചയെങ്കിലും നടന്നേക്കുമെന്നാണ് പ്രതീക്ഷ. നേരിട്ടുള്ള
തരത്തിലുള്ള ചർച്ചകൾ നടന്നില്ലെങ്കിൽ പോലും ഇത്തരം ചർച്ചകളെങ്കിലും നടക്കാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ ആദ്യഘട്ട ചർച്ച നടന്നത് ഏപ്രിൽ 11-12 തീയതികളിലാണ്. ആ ചർച്ച യാതൊരു തീരുമാനവുമാകാതെ തെറ്റിപ്പിരിയുകയാണ് ഉണ്ടായത്. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസ് തന്നെ പിന്നീട് ഈ ചർച്ച പരാജയപ്പെട്ടു എന്ന് മാധ്യമങ്ങളെ നേരിട്ട് കണ്ട് അറിയിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഈ ഹോർമുസ് കടലിടുക്കിൽ US ഉപരോധം ഉൾപ്പെടെ നിലവിൽ വന്നത്. എന്തായാലും ഈ US ഉപരോധത്തിൽ ഉൾപ്പെടെ ഇറാൻ ഇപ്പോൾ യാതൊരുവിധ വിട്ടുവീഴ്ചകളും നടത്തിയതായിട്ട് സൂചനയില്ല. US ഉപരോധം എടുത്തു മാറ്റണം എന്ന് തന്നെയാണ് ഇറാൻ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. അതുമാത്രമല്ല മറ്റ് പല ഉപാധികളും നിർദ്ദേശങ്ങളും അടക്കം ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നു. അമേരിക്കയുടെ തുടർച്ചയായിട്ടുള്ള ഭീഷണികളിലടക്കം ഇറാൻ അതൃപ്തി അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പശ്ചിമേഷ്യയിലുള്ള മറ്റൊരു സംഘർഷ മേഖലയാണ് ലെബനനും ഇസ്രായേലും തമ്മിലുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ലെബനനും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ 3 ആഴ്ചത്തേക്ക് നീട്ടിയത്. പക്ഷേ ഇപ്പോഴും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നത് ലെബനനിൽ തന്റെ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം താൻ നൽകിയിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനങ്ങൾ ഹിസ്ബുള്ള ഉണ്ടാക്കുകയാണെങ്കിൽ തക്കതായിട്ടുള്ള മറുപടി സൈന്യം നൽകുമെന്നുമാണ് ബെഞ്ചമിൻ നെതന്യാഹു സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസവും ചില ആക്രമണങ്ങൾ നടന്നിരുന്നു. ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെയാണ് ഈ ആക്രമണങ്ങൾ നടക്കുന്നത്. ഈ ആക്രമണങ്ങളിൽ ഏതാണ്ട് 6 ഹിസ്ബുള്ള സൈനികരെ കൊലപ്പെടുത്തിയതായിട്ടാണ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഇതോടെ ആകെ മരണസംഖ്യ ലെബനനിൽ 2491 ആയതായിട്ടും വിവരമുണ്ട്.